ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പം രാത്രിയിലൊരു വീഡിയോ എടുത്തതിൻ്റെ കാര്യം, നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട്. കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ എന്നും ഡെയിലി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നമ്മുടെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാൽദീവ്സിലോട്ട് നഴ്സസിൻ്റെ വേക്കൻസി ഇപ്പോൾ കറൻലി ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നമ്മളൊന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറീസ്, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 500 എബോ എൻക്വയറീസ് പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പ്ലസ് ഡ്യൂട്ടി, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ് അവയിൽ പരുവത്തിനായിരുന്നു ഇത്രയും ദിവസം. ഇന്ന് എനിക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും സമയമില്ല. ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇൻസ്റ്റയിലുള്ള റിക്വസ്റ്റുകൾ നോക്കിയിട്ടില്ല. കാര്യം കുറച്ച് തിരക്കായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് നോക്കാതിരിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ എൻ്റെ അടുത്ത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ കരുതിയ ഒരു അപ്ഡേറ്റ്, അതായത് ടോട്ടലി ഉള്ള ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടതായ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് അയക്കുന്നവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോസ് ആണെങ്കിലും എന്തൊക്കെയാണ് പറഞ്ഞേക്കണേന്ന് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അത്രത്തോളം എൻക്വയറീസ് ഉണ്ടായിരുന്നു. സോ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ എനിവേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. സോ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് മിനിസ്ട്രിയിലോട്ട്, അതായത് മാൽദീവ്സിൽ MOHലോട്ട് ഇപ്പോൾ വേക്കൻസി ഓപ്പൺ ആണ്. ഇതുവരേക്കും ഒരു ക്ലോസിംഗ് ഡേറ്റോ കാര്യങ്ങളോ അവർ പറഞ്ഞിട്ടില്ല. എന്നെ പേഴ്സണലി ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒത്തിരി സ്റ്റാഫ്സിനെ വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ ഇതുവരെ ഒരു ക്ലോസിംഗ് ഡേറ്റോ കാര്യങ്ങളോ അതുപോലെ ഇൻ്റർവ്യൂ ഡേറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താ പറയാൻ വന്നേ, നമുക്ക് ക്രൈറ്റീരിയാസ്, നമുക്കിനി എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്നവരോടാണ്, നമുക്ക് മാൽദീവ്സിലോട്ട് MOHലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് നമുക്ക് എലിജിബിൾ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BSc നേഴ്സ് ആയിരിക്കണം. അതുപോലെ 2 ഇയർ എക്സ്പീരിയൻസ്, അത് മസ്റ്റാണ്. 2 ഇയർ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി 1.6 പറ്റുമോ, 1 ഇയർ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ മക്കളെ ദയവ് ചെയ്തിട്ട് 2 ഇയർ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടോ. പിന്നെ സ്റ്റിൽ വർക്കിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ OET ആൻഡ് IELTS വിത്ത് ബേസിക് സ്കോർ ഉണ്ടായിരിക്കണം. അപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായി ബേസിക് സ്കോർ എന്ന് ഉദ്ദേശിക്കണതൊന്ന് പറയാമോ എന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് OETൻ്റെ വയസ്സ് പറയുകയാണെങ്കിൽ, OET എന്ന് പറഞ്ഞാൽ C and above ആണ് പറയുന്നത്. IELTS പറയുകയാണെങ്കിൽ 5.5 and above ആണ് പറയുന്നത്. ഇതാണ് ബേസിക് സ്കോർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്റ്റിൽ വർക്കിംഗ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഏജ് ബിലോ 35 ആയിരിക്കണം. ഓക്കെ, നേരത്തെ നമുക്കൊരു 40 എബോ ഒക്കെ അപ്ലൈ ചെയ്യായിരുന്നു. അതായത് ഒരു 50 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ, നമുക്ക് 55 വയസ്സായിരുന്നു നമുക്ക് നേരത്തെ, ഇതിന് മുന്നത്തെ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത്. 55 വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു. ഞാനിത് എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം മിനിസ്ട്രിയിൽ നിന്നുള്ള അവരുടേതായ ഒരു റൂൾ ചേഞ്ച് ആക്കിയതാണ് ഇപ്പോൾ 35 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 40 ഇയേഴ്സ് അടുത്ത് വരുന്ന ആൾക്കാരാണ്, അതായത് 35 എബോ 40 ബിലോ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ മാലയിലുള്ള IGMH ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ്, ആരാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ ക്രൈറ്റീരിയാസിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനുശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എമിക്കുക്കു9 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുമായിരിക്കും. സോ അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് DM ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഏതൊക്കെയോ വീഡിയോസിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ മെസ്സേജ് ഡയറക്റ്റ്ലി ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് 2 പേരൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, യൂട്യൂബ് ത്രൂ വന്നവർ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രൈറ്റീരിയാസ് ഒക്കെ ആയാലോ. ഇനി നമുക്ക് ഏതൊക്കെ വേക്കൻസീസ് ആണ് ഉള്ളതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വേക്കൻസീസ് ഉള്ളതെന്ന് പറയുന്നത് കറൻലി GNMസിന് മാത്രമാണ് ഓപ്പൺ ആയി. എക്സ്ട്രീംലി സോറി, GNMs അല്ല. GNMസിന് ഇപ്പോൾ വേക്കൻസി ഇല്ല. നമുക്ക് വന്നിരിക്കുന്നത് BSc നഴ്സുമാർക്കാണ് കേട്ടോ. അപ്പോൾ BSc നേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയാസും ഓക്കെ ആക്കിയിട്ട് കേട്ടോ. പിന്നെ എന്തുട്ടാ, GNMസിനില്ല. ലാബ് ടെക്നീഷ്യൻ നമുക്ക് BScക്കാർക്ക് അപ്ലൈ ചെയ്യാം. സെയിം പോലെ തന്നെ ഒരു അപ്ഡേറ്റ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്നാണ് ഇൻ്റർവ്യൂ നടക്കുക, എപ്പോഴാണ്, ഇതൊന്നും അറിയില്ല. അപ്ലൈ ചെയ്തിടാം എന്ന് മാത്രമേ ഇപ്പോൾ കറൻലി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രസൻ്റ്ലി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഏതാ, നമ്മുടെ റേഡിയോളജി വിഭാഗം, എക്സ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനും ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. ഈ പറയുന്ന വേക്കൻസികളെല്ലാം ഓൾറെഡി ക്ലോസ്ഡ് ആയിപ്പോയി. ഓക്കെ, ഒരു 2 മാസം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ വെരി ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടാവുള്ളൂ. ഇപ്പം അതായത് ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ വരുവാണെങ്കിൽ 2 വേക്കൻസി ഉണ്ടാവുള്ളൂ. അതുപോലെ ഫാർമസിസ്റ്റ് വരുവാണെങ്കിൽ 2 വേക്കൻസി ഉണ്ടാവുള്ളൂ. എക്സ്റേ വരുവാണെങ്കിൽ 2 വേക്കൻസി കാണും. ചിലപ്പോൾ അതൊന്നും ആകാം, ഒരെണ്ണം ആകാം, അങ്ങനെയും വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്.
പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ഏജൻസിയുടെ പേര് പറയാൻ. ഏജൻസിയുടെ പേര് JP കരിയർ സൊല്യൂഷൻ എന്നാണ്. നമുക്ക് ഇപ്പം എന്നെപ്പോലെ തന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ ഏജൻസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഗൂഗിൾ തൊട്ട് ഈ ലോകത്ത് എന്തെല്ലാം കിട്ടുമ്പോൾ അതിൻ്റെ എല്ലായിടത്ത് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ ഏജൻസിയിൽ ഇത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടില്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി എല്ലായിടത്തും വിസ തട്ടിപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. ഞാൻ അവിടെ കുറച്ച് പൈസ കളഞ്ഞതാണ്, ഇവിടെ കുറച്ച് പൈസ കളഞ്ഞാണ്, പിന്നെയും കളയാൻ പറ്റില്ല, അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാര്യം ഞാൻ അങ്ങനെ 100% ഷുവർ പറയുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. കാര്യം ഞാൻ വന്ന ഏജൻസിയാണ്, ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി മാലീവ്സിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രൂഫ് എന്താണ് തരേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പം JP കരിയർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഏജൻസി ട്രസ്റ്റബിൾ ആണ്. A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തും തരുന്നതാണ്. പിന്നെ ഈ എല്ലാ ഏജൻസി എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ വളവളവളാന്ന് തെരുതര പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഏജൻസിയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. ഞാൻ എല്ലാ ഏജൻസിനെ അങ്ങ് അടിച്ചമർത്തിയൊന്നുമല്ല കേട്ടോ. ചില ഏജൻസിയിലുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ചില ഏജൻസിയുടെ പേര് ഊരൊന്നും ഞാൻ പറയുന്നില്ല. ചില ഏജൻസികളുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ശരിയാണോ തെറ്റാണോ പറയാൻ നമുക്ക് അറിഞ്ഞൂടാ. അവരിങ്ങനെ പറയും നമുക്ക് അടുത്ത ദിവസം തന്നെ വരും കേട്ടോ, അപ്പോഴത്തേക്കും പ്രിപ്പയർ ആയിട്ടിരിക്കണം, ഇന്ന ദിവസം വരും കേട്ടോ, അപ്പോഴത്തേക്ക് സെറ്റ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പറയും, വൺസ് നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും നമ്മുടെ ഇവിടെ നിന്ന് ആരും പ്രതീക്ഷിക്കരുത്. JP കരിയർ സൊല്യൂഷനിൽ നിന്ന് അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. നമ്മൾക്ക് മിനിസ്ട്രിയിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്നാണോ കിട്ടുന്നത് ആ അപ്ഡേറ്റ് ഡയറക്റ്റ്ലി നിങ്ങളെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും എല്ലാവരും ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക. പിന്നെ അതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിലും പറയുകയാണ്, ദയവ് ചെയ്ത് അൺനെസസറി ആയിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്. ഞാൻ എൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇൻസ്റ്റയിൽ ഒരുപാട് എബോവ് 500 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പേർക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അൺനെസസറി ആയിട്ട്, അതായത് ഇപ്പം കുറച്ച് പേര്, ഇപ്പോൾ 2-3 പേരൊക്കെ ഉണ്ട്, അവർ ചുമ്മാ മെസ്സേജ് അയക്കണം, ചുമ്മാ അവർക്കൊരു ടൈം പാസിന്, അതായത് എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നമുക്കൊരു ഹായ് ആയിരിക്കും അവരായിരിക്കും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും സുഖമാണോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുന്നത്? നമുക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ ഈ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഓടുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ അൺനെസസറി ആയിട്ട് ആരും മെസ്സേജ് അയക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാനൊരു അടിച്ചമർത്തലോടുകൂടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. കാര്യം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എനിക്ക് കുഞ്ഞു മാവയും കൂടി ഉണ്ട്. അപ്പോൾ അവളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഈ റിക്വസ്റ്റുകൾക്കെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. പ്ലസ് എൻ്റെ ഡ്യൂട്ടി എനിക്ക് കുറച്ച് തിരക്കാണ്, കുറച്ച് ഹോം വിസിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു സർവേ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ തല ഇങ്ങനെ പുകഞ്ഞിരിക്കുകയാണ് ഗൈസ്, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വേറെ എന്താ പറയാനുള്ളത്? ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഞാൻ എല്ലാം തന്നെ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ വീഡിയോസിലും തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തോന്നുന്നു. ക്രൈറ്റീരിയാസ് എല്ലാവരും എസ്പെഷ്യലി ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെന്താ, പിന്നെ ഇനി ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ യൂട്യൂബിൽ ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. കമൻറ്റ് സെക്ഷനിലാണ് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ആരെങ്കിലും ഒക്കെ മെസ്സേജ് വിടുന്നുണ്ടോ എന്നാണെന്നൊന്നും. അപ്പോൾ ദയവ് ചെയ്തിട്ട് മാൽദീവ്സിലോട്ട് നഴ്സിങ്ങിന് വരാനുള്ള ആൾക്കാരാണെങ്കിൽ അവർ എന്താ പറയുന്നത്, എനിക്കൊന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നമ്പർ എവിടേക്കോ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലൊന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതെൻ്റെ പേഴ്സണലി ഉള്ള ഒരു ഇതാണ്. ഇപ്പം ആരും എന്നെ അങ്ങനെ എന്താ പറയുക ചീത്ത വിളിക്കാൻ വരുമോ അങ്ങനെയൊന്നും വരരുത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് കരുതുന്നു. ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. എനിക്ക് സൗദി, ദുബായ്, അതുപോലെ വേറെ എവിടെ നിന്നെങ്ങാണ്ടുണ്ടല്ലോ, ഇറ്റലി, പിന്നെ ഏതോ ഒരു കൺട്രി, ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ടൈം പാസിനൊന്നല്ല കേട്ടോ, അവർ സിൻസിയറായിട്ടാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള, അതായത് ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നമുക്കറിയാമല്ലോ പ്രവാസികളുടെ കാര്യം. ഞാനും ഒരു പ്രവാസിയായിരുന്നു. പ്രവാസികളുടെ കാര്യം നമുക്കറിയാം. ഹോസ്പിറ്റൽ വിട്ട വീട് വിട്ട ഹോസ്പിറ്റൽ, ഇത് തന്നെ നമ്മുടെ ഒരു ചുറ്റുപാട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അവരിപ്പോൾ ഒരു 5-6 വർഷമായവരൊക്കെ ഉണ്ട്. അപ്പോൾ 5-6 വർഷമായവർക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാൽദീവ്സിലോട്ട് വരണമെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 പേരെങ്ങാണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജെനുവിനായിട്ട് തന്നെ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഓക്കെ, അതിപ്പം മറ്റൊന്നും കൊണ്ടല്ല, മാൽദീവ്സിൽ വന്നു കഴിഞ്ഞാൽ അത്രയും മോശമാണ്, അങ്ങനെ ഒന്നുമല്ല ഞാൻ ഇതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ അറിയായിരിക്കും, ദുബായിൽ സൗദിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 2 lakhോളം സാലറി കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ കുറേ പ്രതീക്ഷകളോടൊക്കെ പോയതാണ്. അപ്പോൾ ഒരു 2 lakhോളം നമുക്ക് എന്താണേലും സാലറി കിട്ടും. ചിലയിടത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 lakh above കിട്ടുന്നതുകൊണ്ട്, ചിലയിടത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം ആ വ്യക്തി എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. അയാൾ ദുബായിലാണ് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അയാൾക്ക് 2.5 lakh സാലറി ഉണ്ട്. ഓർക്കണം, ഗവൺമെൻറ്റിലാണ് ദുബായിൽ.
സോ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞാണ് ചേച്ചി എനിക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ 5 വർഷമായിട്ട് ഇവിടെ തന്നെ ചേച്ചി, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാണ്ട് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, എൻ്റെ മോൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 lakh അല്ലെങ്കിൽ ഒരു 120 അത്രയാണ് നമ്മുടെ ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2.5 സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആൾ എന്തിനാണ് ഈ 1 lakh സാലറി മേടിക്കാൻ വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ മാൽഡീവ്സ് കൊള്ളില്ലാഞ്ഞിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ സേവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ അത്രയും സാലറിയിൽ നമ്മൾ കിട്ടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു 1 lakh വരുമ്പം അതിൻ്റേതായ ഡിഫറൻസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. കാര്യം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താൽ എനിക്ക് 1.5 സാലറി ഉണ്ടായിരുന്നു എവിടെ നമ്മുടെ സൗദിയിലൊക്കെ. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊന്ന് ഇങ്ങ് പോരേണ്ട വന്നു നാട്ടിലോട്ട്, ചില സാങ്കേതികമായ പേഴ്സണലായ കാര്യങ്ങൾ കൊണ്ട്. സോ അങ്ങനെ പോരേണ്ട വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നാട്ടിൽ ജോലിക്ക് കയറുകയാണ് ചെയ്തത്. നാട്ടിൽ കയറിയപ്പോൾ ഞാൻ 15,000 രൂപയ്ക്കാണ് നാട്ടിൽ ജോലിക്ക് കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായി കാണും. 1 ലക്ഷത്തിൽ മുകളിൽ സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആൾ വെറും 15,000 രൂപയ്ക്ക്, 15,000 ഫസ്റ്റ് 3 മന്ത് നമുക്ക് 12,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 15,000 രൂപയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി പരമായിട്ടും നമ്മുടെ പേഴ്സണലി ആയിട്ടും ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുക, കുറേ പേരൊക്കെ ഇപ്പോൾ ദുബായിലൊക്കെ പോയവരൊക്കെ ഒരുപാട് ലോൺ എടുത്തതും അങ്ങനെയൊക്കെ ആയിരിക്കാം. ലോൺ എടുത്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ ഒരു വണ്ടി മേടിക്കാനാട്ടെ അല്ലെങ്കിൽ വീട് പണിക്കാട്ടെ അങ്ങനെയൊക്കെ ലോൺ എടുത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം നാട്ടിൽ. അപ്പം നമ്മളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ടോ നമ്മൾ മാൽദീവ്സിലോട്ട് വന്നു കഴിയുമ്പം ഹയസ്റ്റ് സാലറിയിൽ നിന്ന് ലോവസ്റ്റ് സാലറിയിലോട്ട് വരുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത് കമൻറ്റ് ബോക്സിൽ വന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല. അത്രയും സാലറി മേടിക്കുന്നതിനാണ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടുകാരെ ആണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അത്രയും സാലറി നമ്മൾ ചുരുങ്ങി വരുമ്പോൾ നമുക്ക് ആ ഒരു ക്രൗഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം വരാതിരിക്കുക, മാക്സിമം മെസ്സേജ് അയക്കാതിരിക്കുക. പറ്റുന്നത്ര നാൾ നിങ്ങൾ അവിടെ ജോലി ചെയ്യുക. കുറച്ച് ക്യാഷൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഇതുപോലെ തന്നെ തിരിച്ചു പോരുക. അല്ലാതെ ഈ ഉടനെ തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആകാണ്ട് പെട്ടെന്ന് തന്നെ നിർത്തി മാൽദീവ്സിലോട്ട് വരണം, എനിക്ക് മാൽദീവ്സിൽ എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ദുബായിലുള്ളവരൊക്കെ ജോലി റിസൈൻ വെക്കാൻ കേട്ടോ. പിന്നെ വന്നിട്ട് പിന്നെ ഒരു അപ്ഡേറ്റ് ഞാൻ പറയാം. അപ്ഡേറ്റ് അല്ല, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പം ഒരു മാൽദീവ്സിലോട്ട് വരുന്ന ഏജൻസികളായിക്കോട്ടെ, ഒരു ഏജൻസിയിൽ നമ്മൾ കൊടുക്കുകയാണ്. ഏജൻസി കൊടുത്തു കഴിയുമ്പം അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നമ്മുടെ റെസ്പോണ്ട്, ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അവർ റെസ്പോൺസ് തരുന്നത്. ഇപ്പം അവർക്കൊരു കുന്തോ അറിയത്തില്ലാണ്ട് ഞാൻ അവരോട് ചോദിക്കട്ടെ, ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ഞാൻ മേഡത്തിനോട് ചോദിക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്ന ഏജൻസി ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്തിട്ട് അടുത്ത ഏജൻസിയിൽ പോവുക. അങ്ങനെ ഇപ്പോൾ ഏതൊക്കെ ഏജൻസിയാണെന്ന് എന്നോട് ചോദിക്കുന്നത് എൻ്റെ പൊന്നു മക്കളെ എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പം കുറച്ച് പിന്നെ എനിക്ക് ഒരു ഏജൻസി അറിയാം, പക്ഷേ ആ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അവരുടെ എന്താ പറയുന്ന ഇതിനെ ബാധിക്കും, അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. അപ്പോൾ അവർക്കാണെങ്കിലും ഈ കാര്യങ്ങൾ ചിലപ്പോൾ ആ ഏജൻസിയിലുള്ളവർക്ക് അറിയാമായിരിക്കാം, കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്ക്, ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അറിയത്തില്ലാത്ത കേട്ടോ, അങ്ങനെയും വരാലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം മാത്രമേ ചുമ്മാ പൈസ എടുത്ത് ഏജൻസിക്ക് കൊടുക്കാവുള്ളൂ. ഓക്കെ, എനിക്കത്ര പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഏജൻസിയെ പറ്റി ഞാൻ ഇതിൽ കൂടുതൽ പ്രൂഫ് എനിക്ക് തരാനില്ല. ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് പ്രൂഫായിട്ട്. JP കരിയർ സൊല്യൂഷൻ, ഇനി ആരും പേരെൻ്റെ അടുത്ത് ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്, ഏതെങ്കിലും പേഷ്യൻ്റ് വരുന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.